സ്വിറ്റ്സർലൻഡ് എന്ന മനോഹര രാജ്യത്തൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോയ രാജ്യങ്ങൾ ഇനി ഒരു പ്രാവശ്യം കൂടി പോകണം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കണ്ണടച്ച് പറയും അത് സ്വിറ്റ്സർലൻഡ് ആണ് എന്ന്. 60% മലകളും 20% ജലാശയങ്ങളും 30% കൃഷിക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങളും ഉള്ള സ്വിറ്റ്സർലൻഡ് ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്, അതിനെ അനുകൂലിക്കുന്ന ജനങ്ങളും എംപയറുകളായ രാജ്യങ്ങൾ ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി ഇവയ്ക്കൊക്കെ മുകളിൽ എത്തണമെങ്കിൽ ആ രാജ്യത്തെ സർക്കാരിനൊപ്പം ആ ജനങ്ങളും നിന്നതുകൊണ്ടാണ്. സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗമാണ്. ജനീവ സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. സ്വിസ് വാച്ചുകൾ, അതുപോലെ സ്വിസ് ബാങ്കുകൾ. അപ്പം ബാങ്കുകളിൽ കള്ളപ്പണം വന്നുകൊണ്ടാണ് അവർ ഉയർച്ചയിലെത്തിയതെന്ന് പറയുന്നത്. പക്ഷേ ആ രാജ്യത്തിൻ്റെ GDP ലെവലിൽ 10% മാത്രമേ ബാങ്കിങ് സെക്ടറിൽ നിന്ന് അവർക്ക് കിട്ടുന്നുള്ളൂ. ബാക്കിയെല്ലാം കൂടുതലും ടൂറിസത്തിൽ നിന്നാണ്. ഒരു ചെറിയ കാഴ്ചയും ഒരു നല്ല നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് അവിടെ സാധിക്കും. ലയൺ മോണമെൻറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ കാഴ്ച നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇപ്പം ലൂസൺ സിറ്റിയിലാണ്. അവിടെ പുറകിൽ കാണാം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. നമ്മൾ അവിടോട്ടല്ല ഇപ്പോൾ പോകുന്നത്. അതിന് പുതിയൊരു കാഴ്ചയിലോട്ടാണ് പോകുന്നത്. ആ കാഴ്ച എന്താണെന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നിട്ട് കാണിക്കാം. ഇവിടുത്തെ പാറയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചർച്ചിൻ്റെ കാഴ്ചകളാണ് പുറയിൽ. ഞാനൊന്നുകൂടെ സൂം ചെയ്തിട്ടത് കാണിച്ചു തരാം. ആ കാണുന്ന പാറയാണ്. ആ പാറയിലാണ് ആ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. അതിന് ഓപ്പോസിറ്റ് വഴി ആ ചർച്ചിലോട്ട് പോകാനുള്ള വഴിയുണ്ട്. ഇപ്പം ലൂസൺ സിറ്റിയിലെ മറ്റൊരു നമ്മളെ യഥാർത്ഥ കാഴ്ചയിലോട്ട് നമ്മളിപ്പോൾ പോകാൻ പോവാണ്. അതിന് മുമ്പ് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു. ഇപ്പം സ്വിറ്റ്സർലൻഡിലെ ബസ്സുകൾ നീളമുള്ളതാണെന്ന് മറ്റു വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തൂടെ എടുത്ത് കാണിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ മുമ്പിലായിട്ടൊരു ബസ് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ. അതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റ് കാഴ്ചകളിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം. സ്വിറ്റ്സർലൻഡിലെ ലൂസൺ സിറ്റിയിൽ നിന്നും സ്വല്പം മാറി ഒരു ലയൺ മോണമെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്കാണ് പോകുന്നത്. പുറകിൽ കാണാം അതിൻ്റെ ആ ലൈനിൻ്റെ കാഴ്ചകൾ. അവിടെ അടുത്ത് ചെന്നിട്ട് അതിൻ്റെ വീഡിയോ കാണിക്കാം. അപ്പം യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആണിത് സ്ഥാപിച്ചിരിക്കുന്നത്. വലിയൊരു പാറയാണ്. ആ പാറയിൽ മനോഹരമായ ഒരു ലയണിനെയാണ് അവർ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ അതിൻ്റെ താഴെയായിട്ട് ചെറിയ ലേക്ക് പോലെ ഒരു സ്വല്പം, അത് ഓൾറെഡി വലിയ പാറയാണെങ്കിൽ അവിടെ വെള്ളം കാണും ഓൾറെഡി. ഇപ്പം എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ലൂസൺ സിറ്റിയിൽ തന്നെയാണ്. ഏതാണ്ടൊരു 5 മിനിറ്റ് വാക്കിങ്ങേ ഉള്ളൂ ലൂസൺ സിറ്റിയിൽ നിന്ന്. തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണിത്. അപ്പം തീർച്ചയായിട്ടും ലയൺ മോണമെൻറ്റിൻ്റെ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.